എവിടെയോ പോകാനുണ്ട്. പക്ഷെ എവിടെ? ഓർമ്മ കിട്ടുന്നില്ല. ഇല്ല, ഒട്ടും ഓർമ്മ വരുന്നില്ല. എനിക്കെന്ത് സംഭവിച്ചു? ഓർമ്മയുടെ പിൻവെളിച്ചം വീണ നടവഴികളിലൂടെയാണ് ജീവിതം കാലങ്ങൾ കടന്ന് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞതൊക്കെയും ഓർത്തെടുത്താണ് നാം വർത്തമാനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നേർവഴി കണ്ടെത്തുന്നത്, ഭാവിയിലേക്ക് കണക്കുകൾ കൂട്ടുന്നത്. അതെ, ഓർമ്മകളുടെ ഊടും പാവും കൊണ്ട് നെയ്തെടുത്ത വസ്ത്രം പോലെയാണ് മനുഷ്യജീവിതം. പക്ഷേ പ്രവചിക്കാനാവാത്ത ഏതോ ദുരന്ത മുഹൂർത്തം മുതൽ ഈ നൂലിഴകൾ ഒന്നൊന്നായി ഊർന്നു തുടങ്ങിയാലോ? കൂടുകയാണ്. അൽഷിമേഴ്സ് രോഗം എങ്ങനെ വരുന്നു എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതുപോലെ രോഗം തടയാമെന്ന കാര്യവും ഒരു നൂറ്റാണ്ടിന് ശേഷവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ട്. ജർമ്മൻ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ അലോയിസ് അൾഷൈമറാണ് ആഗസ്റ്റ് ഡി എന്ന രോഗിയിൽ അൾഷൈമേഴ്സ് രോഗം ആദ്യമായി കണ്ടെത്തിയത്. രോഗം കണ്ടെത്തി 101 വർഷം പിന്നിടുമ്പോഴും രോഗം എങ്ങനെ വരുന്നു എന്നതിനെക്കുറിച്ചോ എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചോ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രായം കൂടുന്നതിനനുസരിച്ച് രോഗം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. 60 വയസ്സ് പിന്നിട്ട 1005 പേർക്ക് അൾഷൈമേഴ്സ് രോഗം ഉള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്തെ നേട്ടത്തിന് അനുസൃതമായി ആയുർദൈർഘ്യം കൂടിയ കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. സ്ത്രീകളിലാണ് രോഗം കൂടുതലായി കണ്ടുവരുന്നത്. സാമൂഹ്യ ഇടപെടൽ മാത്രമാണ് പോംവഴി എന്ന് വിദഗ്ധർ പറയുന്നു. പ്രമുഖ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ എം ചന്ദ്രശേഖരൻ നായർ. പ്രായമായ ആൾക്കാരെ ഫാമിലി മെമ്പേഴ്സ് മിക്കവാറും നിന്ന് സൈഡ് ലൈൻ ചെയ്യുന്ന രീതിയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ആ സൈഡ് ലൈനിങ് കൊണ്ട് അവർക്ക് കിട്ടുന്ന ബ്രെയിൻ സ്റ്റിമുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അവോയ്ഡ് ചെയ്യുക, അവർക്ക് കൂടുതൽ കെയർ കൊടുക്കുക, കൂടുതൽ സ്നേഹം കൊടുക്കുക, കൂടുതൽ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയും. അൾഷൈമേഴ്സ് രോഗത്തിന്റെ ഓരോ ഘട്ടത്തിലും രോഗികളിലുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വേണം അവരോട് പെരുമാറാൻ. നഷ്ടപ്പെടുത്താൻ ഒട്ടും സമയമില്ല എന്ന സന്ദേശമുയർത്തി ഇന്ന് ലോകമെങ്ങും അൾഷൈമേഴ്സ് ദിനം ആചരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് SV മെഹജൂബ്. മറവിയുടെ ശൂന്യതയിലേക്ക് എടുത്തെറിയപ്പെട്ട ഹതഭാഗ്യരായ കുറെ മനുഷ്യജന്മങ്ങൾ നമുക്കിടയിലുണ്ട്. സ്മൃതിപഥങ്ങളിൽ ഇരുൾ വന്നു വീണവർ. ആർക്കും അത്ര പെട്ടെന്ന് അംഗീകരിക്കാനാവില്ല ഈ വിധി ഒരുപക്ഷെ നമ്മെയും കാത്തിരിക്കുന്നുണ്ടെന്ന്. സ്മൃതിഭ്രംശം, മേധാക്ഷയം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ അവസ്ഥ വൈകിയാണെങ്കിലും നമ്മുടെ കൊച്ചു കേരളത്തിലും തിരിച്ചറിയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ തലച്ചോറിൽ നിന്ന് ഒരു ദിവസം 1 ദശലക്ഷം കോശങ്ങൾ നശിക്കുന്നുവെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇതുമൂലം പ്രായാധിക്യമാകുമ്പോൾ ചെറിയ തോതിലുള്ള ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നത് ഒരു സാധാരണ പ്രതിഭാസമാണ്. പക്ഷേ പ്രായമായ ചിലരിൽ മേൽപ്പറഞ്ഞ സൂക്ഷ്മകോശങ്ങൾ ദ്രുതഗതിയിൽ ക്ഷതത്തിനടിമപ്പെടുന്നു. അതുകൊണ്ട് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ കാര്യമായി മന്ദീഭവിക്കുന്നു. ഇത്തരത്തിലുള്ള രോഗമാണ് ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം. കാര്യങ്ങൾ ഓർമ്മിക്കുവാനും വിചിന്തനം ചെയ്യുവാനും മനസ്സിലാക്കുവാനുമുള്ള മനസ്സിന്റെ കഴിവുകൾ നഷ്ടമാവുക എന്നതാണ് രോഗത്തിന്റെ മുഖമുദ്ര. മേധാക്ഷയമുണ്ടാക്കുന്ന രോഗങ്ങളിൽ പ്രഥമ സ്ഥാനം അൾസൈമേഴ്സ് രോഗത്തിനാണ്.
1906 അലോയി അൽഷൈമർ എന്ന ജർമ്മൻ ഡോക്ടറാണ് ഈ രോഗം ആദ്യമായി കണ്ടുപിടിച്ചത്. ഓർമ്മകൾ നശിച്ച് മാനസിക വിഭ്രാന്തിയിൽ മരിച്ച 51 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അഗസ്ത്യ ഫ്രോഡി എന്ന സ്ത്രീയുടെ മസ്തിഷ്കം പരിശോധിച്ചപ്പോൾ പ്ലേക്സ്, ടാങ്കിൾസ് എന്നിവയുടെ നിക്ഷേപം സാധാരണ മസ്തിഷ്കത്തെക്കാൾ വ്യത്യസ്തമായിരുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. മേധാക്ഷയത്തിന്റെ മറ്റു കാരണങ്ങളിൽ വാസ്കുലർ ഡിമെൻഷ്യ, ഹൈപ്പോതൈറോയിഡിസം, വൈറ്റമിൻ B12 കുറവ്, HIV എന്നിവ ഉൾപ്പെടുന്നു. ഡിമെൻഷ്യ എന്ന് പറയുന്നത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. തലച്ചോറിൻ്റെ കോശങ്ങൾ ക്രമാതീതമായി അകാരണമായി നഷ്ടപ്പെടുന്നതുകൊണ്ട് തലച്ചോറിൻ്റെ പല പ്രവർത്തനങ്ങളെയും സാരമായിട്ട് ബാധിക്കുന്നു. അതുകൊണ്ട് ഈ രോഗത്തിൻ്റെ സമകാലീന പ്രസക്തി അത് എന്തുകൊണ്ടെന്നാൽ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ലോകമെമ്പാടും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 24 ദശലക്ഷം ആളുകൾക്ക് ഡിമെൻഷ്യ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലേതാണ്ട് 30 ലക്ഷത്തോളം ആളുകൾ ഇന്ത്യയിൽ തന്നെ ആണുള്ളത്. നമുക്കൊക്കെ അറിയാം. ഇവർ കൈവീശി യാത്ര പറയുന്നത് ആരോടാണ്? അവർക്കറിയില്ല. പക്ഷെ നമുക്കറിയാം അത് അവരോട് തന്നെയാണെന്ന്.